ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ വെച്ച് അത് കുടിക്കാൻ കേട്ടോ. തലേദിവസം നമ്മുടെ കൂർക്കും മീനും മത്തിയും കൂടി വെച്ചിട്ടുള്ള കറി ഇരിപ്പുള്ള കാരണം ആ കറി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചാറ് കറി വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ തലേദിവസം വെച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ മീൻ കറിയൊക്കെ റെഡിയാക്കാം കേട്ടോ. സാമ്പാറായാലും അങ്ങനെ തന്നെ. അപ്പോൾ തലേദിവസം ഒരുവിധമൊക്കെ റെഡിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നല്ല എന്നുവെച്ചാൽ അധികം ജോലികളില്ല എന്ന് മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നല്ല ഉഷാറോടെ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ മത്തനില്ല തോരനാണ് കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇലയും തലേദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കവറിൽ കെട്ടിയിട്ട്. പിന്നെ അതിലേക്കുള്ള തീ കത്തിച്ചിട്ടാണ് ഞാൻ അതിലേക്കുള്ള ഉള്ളി ക്ലീൻ ആക്കുന്നത് കേട്ടോ. ചെറിയ തീയിലിട്ട് കണ്ടിട്ട് വേഗം തന്നെ ഉള്ളി അരിഞ്ഞ് ഉള്ളി ചതച്ച് റെഡിയാക്കി കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മത്തൻ്റെ ഇലയൊക്കെ എടുത്തു കേട്ടോ. കവറിൽ കെട്ടി വയ്ക്കുന്നത് എപ്പോഴും കുറച്ച് നല്ലത്. അപ്പോൾ ശ്രീകുട്ടന് ഇത്തിരി വയ്യായികളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും ഇടും കേട്ടോ. മത്തൻ്റെ ഇലയായാലും ഞാനൊരു രണ്ടിടും. ചുവന്നുള്ളി മാത്രം ഇട്ടാലും കുഴപ്പമില്ല. അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ചതച്ചമുളകാണ് നല്ലത്. ഇന്ന് ചതച്ചമുളക് ഉണ്ടായിരുന്നില്ല. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് മത്തൻ്റെ ഇല ഇട്ട് കൊടുത്തു കേട്ടോ. നാളികേരം ഈ നേരത്തെ ഇടേണ്ട ആവശ്യമില്ല. മത്തൻ്റെ ഇലക്കറികളിലൊക്കെ ലാസ്റ്റാണ് നാളികേരം ഇടുന്നത് നല്ലത്. മത്തനില പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെള്ളം ആയി മാറും. പിന്നെ എന്താ പറയുക, ആകെ അങ്ങോട്ട് കട്ട പിടിക്കും. അത് കാരണം കൊണ്ട് നന്നായിട്ട് നാളികേരം ചേർക്കണം കേട്ടോ. അത് മൂടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഒരു 3-4 മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വെച്ചതിന്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെളുത്തുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില, വേണമെങ്കിൽ 2-3 ചെറിയ ഉള്ളിയൊക്കെ ഇടാം. ചെറുള്ളി ചുവന്നുള്ളിയിൽ നിന്ന് മാറ്റി പറഞ്ഞു വരിക അല്ലേ. ഞാൻ മത്തനിലയിൽ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് നാളികേരം ഇടണം, എന്നാലാണ് അതങ്ങനെ വിടർന്ന് കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. നാളികേരം നന്നായിട്ട് ഇടണം കേട്ടോ. നാളികേരം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ മത്തനില തോരൻ റെഡിയായി. ഞാൻ പിന്നെ എനിക്ക് ഇത്തിരി എരിവ് കുറവ് തോന്നിയപ്പോൾ കുറച്ച് കാന്താരി മുളകും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ തീരെ കുറവായിരുന്നു ഫസ്റ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഉണ്ടായാൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ചാൽ മതി. ഉപ്പും ഈ നേരത്തെ തന്നെയാണ് ഇട്ടത്. ഇലക്കറികളിൽ ഫസ്റ്റ് ഉപ്പ് ഇടാറില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്ട് വീഡിയോകൾ ഇടുന്നില്ല അല്ലേ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. വേഗം തന്നെ ഇടേണ്ട എല്ലാതും. പിന്നെ അതേ മത്തീനെ റെഡിയാക്കി അതൊന്ന് മസാലയൊക്കെ പറ്റി അങ്ങനെ അത് അടുപ്പത്തിടുകയാണ് കേട്ടോ. ഓരോന്ന് തന്നെയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഓരോ മീനുണ്ടായ അടിപൊളിയല്ലേ ഇതിൻ്റെ കൂടെ, ഈ രണ്ടിൻ്റെയും കൂടെ. അത് കഴിഞ്ഞ് ഇത് അപ്പം തന്നെ അവിടെ തുടച്ചു. അപ്പോൾ ഒരു ദിവസം എത്ര പ്രാവശ്യമല്ലേ നമ്മൾ നമ്മുടെ അടുക്കള തുടയ്ക്കാം. എന്നാലും നമുക്ക് തോന്നും വൃത്തി പോരാന്ന്. അങ്ങനെ അപ്പോൾ തീരെ ജോലികളില്ലാത്ത ഒരു ദിവസമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ആർക്കും വേണ്ട. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വൈകുന്നേരം ഉണ്ടാക്കാം. എല്ലാ ദിവസവും പുട്ടാണല്ലേ, നൂലപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട്. എന്തായാലും സൺഡേ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ സൺഡേ വിചാരിച്ചിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതേപോലെ നമ്മൾ മുൻകൂട്ടി വിചാരിക്കുന്നത് എല്ലാതും നടന്നു വരില്ല, എന്നാലും ചിലതൊക്കെ നടന്നു. ആ ശ്രീകുട്ടന് ഞാൻ ഇത്തിരി കഞ്ഞി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. കഞ്ഞിയും ആ മത്തൻ്റെ ഇല തോരനും കൂടി കഴിച്ച് കാട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു കാട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് അവന് ചോറ് വിളമ്പി കൊടുക്കുക. അല്ലെങ്കിൽ തനിച്ചെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ. വയ്യായ വരുമ്പോൾ ഇത്തിരി ഒരു കൊഞ്ചൽ പോലെയാണ്. അപ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കണത് ഇങ്ങനെ കാത്ത് നിൽക്കുന്നത് കാണാം. കഞ്ഞി ഉണ്ടാക്കാറില്ല, അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് എടുത്ത് കൊടുത്തു. അതൊരു സന്തോഷമല്ലേ. പക്ഷെ നമുക്ക് നേരെ ഇല്ലെങ്കിൽ ദേഷ്യം വരുമല്ലേ. അപ്പോൾ വയ്യാത്ത കാര്യം കൊണ്ട് സ്കൂളിൽ പോകണില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അടിച്ചു വാരൽ പിന്നെ ഞാൻ തലേദിവസം വൈകുന്നേരം തന്നെ എൻ്റെ പണികൾ കഴിയുമ്പോൾ വേഗം ഒന്ന് എല്ലായിടത്തും അടിച്ചു വാരി ഇടും കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ അങ്ങനെ അടിച്ചു വാരേണ്ടി വരാറില്ല. ചില ദിവസം പറ്റിയില്ലെങ്കിൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. പിന്നെ തുണികൾ മടക്കാനും തലേദിവസം വൈകുന്നേരം തന്നെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ഞാൻ അലക്കാനായിട്ട് ഇട്ടില്ല, വൈകുന്നേരം അലക്കാനായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എഴുന്നേറ്റ വഴി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവന് വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് നടന്നപ്പോൾ പിന്നെ ടൈം പോയി. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. മിഷനിൽ അലക്കലാകുമ്പോൾ പിന്നെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. കല്ലും വേണമെങ്കിൽ മാത്രമാണ് ഇപ്പോൾ രാവിലെ തന്നെ അങ്ങനെ അലക്കേണ്ടത്. രാത്രിയാകുമ്പോൾ ഇരുട്ടാവില്ല. ഞാൻ വരുമ്പോഴേക്ക് ഇരുട്ടാവണതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം അലക്കണതുകൊണ്ടൊന്നും കുഴപ്പമില്ല. വൈകുന്നേരം അലക്കണതാണ് കൂടുതൽ നല്ലത് കേട്ടോ. നല്ല ഈ പൊരിവേലത്ത് തുണികളൊക്കെ കിടന്ന് ഉണങ്ങണേറ്റ് നല്ലത് നമ്മൾ കുറച്ചൊരു 3 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം അങ്ങനെ അവന് ഫുഡ് കൊടുത്തു. പിന്നെ ഞാൻ അപ്പോഴേക്കും മീനൊക്കെ മറിച്ചിടാറായി. അത് മറിച്ചിടാണ്. ഇത് നമ്മുടെ കണ്ടപ്പൻ്റെ അമ്മ പൂച്ചയാണ് കേട്ടോ. നല്ല സുന്ദരി പൂച്ചയാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കാണിക്കാറില്ല അല്ലേ. ഇവൾ അങ്ങനെ വരുമൊന്നുമില്ല. അവൾക്ക് നല്ല വിശപ്പ് വരുമ്പോൾ വേറെ എവിടെ നിന്ന് കിട്ടാണ്ടാകുമ്പോഴൊക്കെയാണ് ഈ വരവ്.
പിന്നെ വന്നാലും അങ്ങനെ കരയെ ബഹളം വയ്ക്കൊന്നുമില്ല, അവിടെ നിന്ന് തന്നെ നോക്കുക. അപ്പം ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ നോക്കണ കാരണമാണ് കഴിക്കാണ്ട് അങ്ങനെ നോക്കിയിരിക്കുന്നത്. പിന്നെ അതാ ചേട്ടൻ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. ചേട്ടൻ തന്നെ ചോറ് പകർത്തി, കറിയൊക്കെ ഞാൻ പകർത്തി കൊടുത്തു. അങ്ങനെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു കേട്ടോ. തിക്കും തിരക്കും ബഹളമാണ് കേട്ടോ. ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ കഴിക്കില്ല, ഭയങ്കരമായിട്ട് തിരക്കടിച്ച് ഫുഡ് കഴിക്കുന്ന ആളാണ് ചേട്ടൻ. പിള്ളേരൊന്നും ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല കേട്ടോ. എൻ്റെ പോലെ പതുക്കെ പതുക്കെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ് പിള്ളേർ രണ്ടുപേരും. ചേട്ടൻ മാത്രമല്ല കേട്ടോ, ഇവിടെ ചേട്ടൻ്റെ വീട്ടുകാരൊക്കെ ഫുള്ള് അങ്ങനെയാണ്, ഭയങ്കര വെപ്രാളം കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അത് ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ കറി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ മീൻ കറിയും മത്തനയില തോരനും മീൻ വറുത്തും അടിപൊളിയല്ലേ. അത് കഴിഞ്ഞ് കണ്ട് ഞാൻ ജോലിക്ക് പോയി. പിന്നെ ഒന്നും ഞാൻ രാവിലെ വീഡിയോ പിടിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം വന്ന വഴി തന്നെ വേഗം ചോറ് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയൊന്നുമില്ല, അവിടെ ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം ഒത്തിരി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം പോയി കിടന്നു കേട്ടോ. പിള്ളേരും അതിനിടയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചു. അതിൻ്റെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലികൾ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ വയ്യായി തോന്നും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഇത്തിരി നേരം വയ്യാൻ തോന്നുമ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും നന്നായിട്ട് ഉഷാറോടുകൂടി ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതൽ എനിക്ക് പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. എല്ലാ ജോലിയും ഒരിക്കലും കഴിയില്ല നമ്മുടെ ഒരു വീട്ടിൽ. അപ്പോൾ പിന്നെ ജോലിക്ക് പോവാത്തവർക്ക് പിന്നെയും സാധിക്കുമായിരിക്കും, പക്ഷെ ജോലിക്ക് പോകുന്നവർക്ക് മിക്കവാറും കഴിയില്ല. എന്തെങ്കിലും പണി നമ്മൾ നോക്കുമ്പോൾ കാണും. പണി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പണി കാണും. അപ്പോൾ പിന്നെ വയ്യാൻ തോന്നുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ജോലികൾ ചെയ്തു തുടങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഉഷാറോടുകൂടി തന്നെ ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിതാ വലിയ വലിയ പാത്രങ്ങളാണ്, അധികം പാത്രങ്ങളൊന്നുമില്ല, പക്ഷേ വലിയ പാത്രങ്ങളായ ഞാൻ കൊട്ടത്തളത്തിൽ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ആദ്യത്തെ അപ്പുറത്ത് നിന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പാത്രം കഴുകുന്നത് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കളർ കുറഞ്ഞു വെച്ചൊക്കെ വയ്യാണ്ടായി. ഇപ്പോൾ ചേട്ടൻ കുറച്ച് നാൾ പാത്രങ്ങളൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കത്തിന് കളർ കുറഞ്ഞു. ഇനി ഞാൻ നന്നായി ഓരോന്നോരോന്ന് ഉരച്ചെടുത്തിട്ട് വേണം വെളുപ്പിക്കാനായിട്ട് കേട്ടോ. ഒക്കെ ഒരു മങ്ങിയ പോലെയാണ്. അപ്പം ഞാനവിടെ ഒരു തുണി വെച്ചിട്ട് അതുമ വെച്ചിട്ടാണ് കേട്ടോ പാത്രം നന്നായിട്ട് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തിന് ഒരു കഷ്ണം പുട്ടുണ്ടാക്കി കൊടുത്തു. അവന് ചോറ് വലിയ താല്പര്യമില്ല, പലഹാരമാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കഷ്ണം പുട്ടല്ലേ, നാളെ ഞാൻ ചെറിയ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം തന്നെ അതുണ്ടാക്കി കൊടുത്തു. ശ്രീകുട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവന് മാത്രം, എനിക്ക് പിന്നെ പുട്ടിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത് കാരണം ഞാൻ ചോറിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ ഞാനും. പിന്നെ ഞാൻ അപ്പം തന്നെ അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, ആ ഗ്യാസിൻ്റെ ഇതും ഒക്കെ അപ്പം തന്നെ വൃത്തിയാക്കി കേട്ടോ. അടുക്കളയും കാണാനായിട്ട് ഒരു വൃത്തി വേണ്ടേ. അപ്പോൾ തന്നെ അടുക്കളയുടെ അടിഭാഗം അടിച്ചു വാരി തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ വൃത്തിയിൽ കിടക്കും. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അധികം അടുക്കളയിൽ പണിയില്ലാണ്ടിരിക്കാനാണ്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞ് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ ഒരു ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ എനിക്ക് വേഗം എഡിറ്റ് ചെയ്ത് ഇത്തിരി നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ചേട്ടൻ വന്നപ്പോൾ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കളറ് ഇത്തിരി അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒറ്റ കുരു ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ. എന്ത് പ്രത്യേകത എന്നറിയില്ല. പപ്പായ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറൊന്നുമില്ല, പുറത്തുനിന്നല്ല നമ്മുടെ വീട്ടിലും ഇല്ല. പപ്പായ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ പൂവിടുന്നുണ്ട്, കായ പിടിക്കണില്ല. ഇനിയിപ്പോൾ കുറച്ച് നാൾ അങ്ങനെ ആയിട്ട് കായ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പം ഞാൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടു കഴിക്കാൻ എളുപ്പത്തിന്. ചേട്ടാ അത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാനായിട്ട് പോയിട്ടാ. ജോലി കഴിഞ്ഞ് വന്ന് കുറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ചേട്ടൻ. ചിലപ്പോൾ കിടന്ന് ഉറങ്ങണ കാണാം, ചിലപ്പോൾ അവിടെ വെറുതെ കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് എഴുന്നേറ്റ് വരുന്ന കാണാം കേട്ടോ. പിന്നെ ചിലപ്പോൾ പറമ്പിലൊക്കെ നടക്കും, രാത്രിയായാലും എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, ലൈറ്റുകളൊക്കെ ഇട്ട് നടക്കണ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കിടക്കുകയാണ് കേട്ടോ. ആൾ ആദ്യം ചെത്തി തന്നും കണ്ടിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. പിന്നെ ആളവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിള്ളേരെ വിളിച്ച് കണ്ടിട്ട് അവർക്കും കൂടിയും കൊടുത്തു കേട്ടോ. എന്നുവെച്ചാൽ നമ്മളത് നുറുക്കി എടുക്കുമ്പോൾ തന്നെ കഴിക്കാൻ വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരിക്കും. പിന്നെ ഒരു പാതിരയൊക്കെ ആയിട്ടാണ് കഴിക്കാം, ചിലപ്പോൾ കഴിച്ചില്ല എന്ന് വരും. അപ്പം ഞാൻ പിന്നെ ആ കയ്യോടുകൂടി തന്നെ അവരെ വിളിച്ചും കണ്ടിട്ട് ആ ഫുഡ് കഴിക്കാനും കൂടി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ നോക്കിയപ്പോൾ ചേട്ടൻ വന്നപ്പോൾ സോയ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോയ കൊണ്ടൊരു സ്നാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വന്ന വഴി തന്നെ സോയ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3-4 പ്രാവശ്യം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത്യാവശ്യം പൊടിയാവണം കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബ്രെഡിൻ്റെ അരുഭാഗമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി. അപ്പോൾ ഇല്ലെങ്കിൽ മൈദയും കോൺഫ്ലവറും ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1-2 സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജിൻ്റെ ഒരു ചെറിയ പീസ്, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക് കേട്ടോ. ഇത്ര ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ചോപ്പർ കൂട്ടലിലിട്ടിട്ട്. അങ്ങനെ അതും കൂടി അരിഞ്ഞ് ചേർത്തു. അപ്പോൾ സവോളയൊക്കെ ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു.
മല്ലിയില ഇട്ട് കൊടുത്തു. മല്ലിയിലയും ഇത്തിരി കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാൻ അധികം ചേർത്തിട്ടില്ല, കുറച്ചും കൂടിയൊക്കെ ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഇത്തിരി പുളിയുടെ ടേസ്റ്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലകളായിട്ട് ഗരം മസാല, ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത്, പിന്നെ സാധാരണ മുളക് പൊടി കേട്ടോ. ഒന്നില്ലെങ്കിൽ ചുവന്ന മുളക് പൊടി, പെരുമുളക് പൊടി എടുക്കാം, അല്ലെങ്കിൽ സാധാ മുളക് പൊടി. പിന്നെ ലെമൺ ഞാൻ 1-2 അങ്ങോട്ട് പിഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം ഉണ്ട്, ലെമൺ ചെറുതായിരുന്നു, അത് കാരണം കൊണ്ട് 1-2 എടുത്തു. അതും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് മൈദയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മൾ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാവണമെങ്കിൽ മൈദയും കൂടി ഇടണം കേട്ടോ. ആദ്യം ഞാൻ മൈദ ഇടാണ്ട് നോക്കി, പക്ഷേ റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് ശരിയാക്കിയപ്പം ശരിയാവുന്നുണ്ട്. ഞാനൊരു പരിപ്പ് വടയുടെ മോഡലാണ് കേട്ടോ ചെയ്തത്. പരിപ്പ് വട എന്ന് പറഞ്ഞൂടെ, കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു മോഡൽ, അല്ലെങ്കിൽ പിന്നെ കബാബിൻ്റെ മോഡൽ ചെയ്യാം. കബാബ് തന്നെ പറയാം കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കബാബിൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പാനിൽ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോയാണെന്ന് പറയില്ല എന്നാണ് പിള്ളേർ പറഞ്ഞത് കേട്ടോ. ടൊമാറ്റോ സോസിൽ മുക്കി കഴിക്കാൻ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇനി സോയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി പിള്ളേർക്കൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയോളൂ കേട്ടോ. സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്. പിന്നെ ഞാനിത്തിരി ഉപ്പ് കുറച്ചാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായില്ലേ, കാണാനും അതുപോലെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ ചിക്കൻ കൊണ്ടും മീൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം, പനീർ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അച്ഛനും മക്കളവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. ഞാൻ അതിനിടയ്ക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ആക്കി ഇങ്ങനെ പരത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി നാളെ വേണമെങ്കിൽ പിള്ളേർക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമല്ലോ. പകലിപ്പം ഞാനില്ലെങ്കിലും അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു ബോക്സിലാക്കി ഇങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും കൂടി അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ചു കേട്ടോ. ചേട്ടനും ഞാനും എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും മറക്കരുത്. അപ്പോൾ ഓക്കെ.